ഹലോ ഗൈസ്, എൻ്റെ പേര് ഫാത്തിമത്ത് ഫാമി എന്നാണ്. ഞാനൊരു PSC നേഴ്സാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ റിസൾട്ട് ഈ അടുത്താണ് വന്നത്. എൻ്റെ BSc നഴ്സിംഗ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ചാടി വർക്കിന് കയറിയായിരുന്നു എൻ്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാം തോറ്റുപോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പേടിച്ച പോലൊന്നും നടന്നില്ല. ഞാൻ എക്സാം ജയിച്ച്. അത് അള്ളാഹുടെ ഒരു കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ അത്ര ടഫായിരുന്നു എനിക്ക് എക്സാം. എനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മാർക്കിലാണ് ജയിച്ചത്. ഞാൻ പേടിച്ച് ഓടിച്ചാടി ചെന്ന് വർക്കിന് കയറുന്നത് കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കുരുക്ക് പോലെയാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഇതുപോലത്തെ കുരുക്കിൻ്റെ അവസ്ഥയാണ്. ഒന്നഴിക്കുമ്പോൾ ഒന്ന് വരുന്നത് പോലെ തന്നെയാണ് ചുറ്റുപാടും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനിപ്പോൾ ഞാനിവിടെ ഫ്രഷറായിട്ട് നിൽക്കുന്നത് OPയിലാണ്. ഒരു റൊട്ടേഷൻ ഇട്ട് ഓരോരോ വാർഡിലാക്കും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നിലവിൽ ഞാൻ OPയിലാണ്. OPയിലെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇതുവരെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫാബുലസ് ആയിട്ടുണ്ട്. പക്ഷേ ആയതുകൊണ്ട് 1 മന്ത് ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യിപ്പിക്കാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് ഇഞ്ചക്ഷനൊന്നും എടുക്കാനുള്ള ഇത് തരുന്നില്ലായിരുന്നു. എൻ്റെ ഒരു മൊണ്ണക്കൊച്ചിനെ പോലെ കണ്ടെന്നൊക്കെയാണ് എനിക്കിവിടെ വന്നിട്ട് തോന്നിയത്. ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഇവിടുത്തെ ചേച്ചിമാർക്ക് പേടിയാണ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും എല്ലാം നമുക്ക് ചെയ്ത് തുടങ്ങാലോ എന്ന് ഞാൻ വിചാരിച്ചു. 1 മന്ത് ആയിട്ടില്ല നിന്നിട്ടും. എന്നാൽ അവരെന്നോട് പറയുന്നത് ഞാൻ വളരെ സ്ലോ ആണ് വർക്ക് ചെയ്യാനെന്നുള്ളതാണ്. അതിനൊരു കാരണവും ബേസിക്കലി ഞാനൊരു കൺഫ്യൂഷനുള്ള ഒരാളാണ്. എനിക്ക് എന്ത് സംഭവമാണെങ്കിലും എനിക്ക് 2-3 വട്ടം അത് ഉറപ്പിക്കാണ്ട് എനിക്കത് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും വരാറില്ല. ബട്ട് സംടൈംസ് അത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നും. കുറച്ച് അക്യുറേറ്റായിട്ട് ചെയ്യാം. പിന്നെ ചില സമയത്ത് നമുക്കത് ഡിലേ ആകും നമ്മുടെ വർക്ക്. ആ ഒരു കാര്യത്തിൽ എനിക്കൊന്ന് ഫാസ്റ്റ് ആക്കണമെന്ന് എന്നെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഫാമി അടിപൊളിയാണെന്ന് ഫാമിക്കറിയാം. പിന്നെ ആരെ ബോധിപ്പിക്കാനാണ്. ബാക്കി പരിചയപ്പെടുത്തുന്ന വ്ളോഗായിട്ട് അടുത്ത വീഡിയോ വരാം ഗൈസ്. അപ്പോൾ ടാറ്റ ഗൈസ്.